നാളെ ആർക്കെതിരെയും ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു. തീർച്ചയായിട്ടും അശ്ലീല മെസ്സേജ് അയക്കുന്നത് മോശമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ ഒരു ദിവസം ഒരു സ്ത്രീ വിളിച്ചിട്ട് എനിക്ക് 10 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു. മുകേഷൻ ആദ്യം വിചാരിച്ച തമാശയാണ്. അപ്പൊ വേണ്ടെന്ന് ആരും പറയുന്നില്ല. അത് 10 ലക്ഷം രൂപ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ പണ്ട് ഇത് ഒക്കെ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന കാലഘട്ടമല്ലേ. അപ്പൊ ആ ഗ്രാഫ് പറയരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബെഡിൽ കിടക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കാണുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വോയിസ് സംസാരിക്കുന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സൗണ്ട് അല്ലേ. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള് പ്രതി തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കെതിരെ മുഖ്യമന്ത്രി നേരിട്ട് നടപടി എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? പ്രതിയേ അല്ല. ഞാൻ പിണറായി വിജയൻ സഖാവ് കാരണം 5 തവണ ജയിലിൽ കിടക്കേണ്ടി വന്ന വ്യക്തിയാണ്. ഞാൻ 2-3 ആഴ്ച ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തെ അഡ്രസ് ചെയ്യുന്നു. ശബരിമല പ്രക്ഷോഭ കാലത്താണ്. ഇന്ന് ഞാൻ അഡ്രസ് ചെയ്യുന്ന സഖാവ് പിണറായി വിജയനോ, പിണറായി വിജയൻ സാറെന്നോ, പിണറായി വിജയൻ അവകളെന്നോ, ശ്രീ പിണറായി വിജയനോ ഒക്കെ അഡ്രസ് ചെയ്യും. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 തെറ്റ് പറ്റി. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാപകമായി പഞ്ചാര അടിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. കാര്യം ഒരുപാട് സ്ത്രീകൾ നമ്മളെ തന്നെ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട്. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ മുമ്പ് ഒരു ആരോപണം വന്നു. ഇപ്പൊ ഒരു യുവതി നേരിട്ട് രംഗത്ത് വന്ന് പരാതി നൽകിയിരിക്കുകയാണ്. അതെ. സോ അതിനെ പറ്റിയിട്ട് എന്താണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളുടെ നിലപാട്? എനിക്കറിയില്ല. വേടൻ എടുക്കുന്ന രാഷ്ട്രീയം കുറച്ചുകൂടെ കൃത്യമായി സാമുദായികമായി പറഞ്ഞാൽ ഒരു ദളിത് പ്ലസ് മുസ്ലിം പ്ലസ് ഇടത്, ജയ് ഭീം ജയ് മീം ലാൽ സലാം. പക്ഷേ ശ്രീമതി ശ്വേതാ മേനോനെതിരെ ഇതേപോലെ വ്യാജ പരാതി വന്നു. 1997 കാമസൂത്ര കോണ്ടത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞവർക്കെതിരെ കേസ്. എന്ത് കേസാണ് അത്? ശ്വേതാ മേനോൻ 28 വർഷമോ 30 വർഷമോ മുമ്പ് അഭിനയിച്ചതിന്റെ പേരിൽ, അതും പണ്ട് ഇടിക്കുറ്റി എന്ന് പറഞ്ഞൊരു പത്രത്തിൽ ഇന്റർവ്യൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഇടിക്കുറ്റി എന്നൊരു പത്രത്തിന് എങ്ങനെ പേരിടുന്നവനെ അപ്പം വിവരമില്ലായ്മയ്ക്ക് കേസെടുക്കേണ്ടതാണ്. This video is powered by Camlex. വെൽക്കം ബാക്ക് ടു ഫെയിം സ്റ്റെപ്പ്. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്, അതായത് വിവാദ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം രാഹുൽ ഈശ്വർ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? സുഖകരമായി പോകുന്നു. പക്ഷേ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ എല്ലാ ന്യൂസ് ചാനലിലും ഇപ്പം ഉണ്ട്. കാരണം വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എന്താണ് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളുടെ നിലപാട്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ സ്റ്റെപ്പാണ് കേരളത്തിലുള്ളത്. മുമ്പൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, ആണിനെതിരെ വ്യാജ പരാതി വരുന്നു. ഇപ്പം പരാതി പോലും ഇല്ലാതെ ഒരാളെ എങ്ങനെ വിചാരണ ചെയ്യാന്നാണ് നോക്കുന്നത്. പണ്ടൊക്കെ പരാതി വന്നാൽ പരാതിക്ക് ശേഷം അന്വേഷണത്തിന് ശേഷം കോടതി സമർപ്പിക്കുന്നു. കോടതി ശരിയാണോ തെറ്റാണോ തീരുമാനിക്കുന്നു, അയാളെ ശിക്ഷിക്കുന്നു. ഇപ്പം കോടതി വേണ്ട, പോലീസ് വേണ്ട, പരാതി പോലും വേണ്ട എന്നത്തെ അവസ്ഥയിലെത്തിയിരിക്കുന്നു. എന്തൊരു ദുരവസ്ഥയാണ് കേരളത്തിൽ. ഇത് കാണുന്ന ഓരോ ആണും മനസ്സിലാക്കണം, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ ജീവിത തകർച്ചയിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഇനിയും വ്യാജ പരാതി എന്ന് പറയേണ്ട ആവശ്യമില്ല, വ്യാജ ആരോപണത്തിനകലെ മാത്രമാണ്. നമ്മുടെ നാട് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും, ലോകത്തൊരു സ്ഥലത്തും ഇത് നടക്കുന്നില്ല. അതായത് വ്യാജ ആരോപണമോ വന്നു കഴിഞ്ഞാൽ അയാളെ MLA സ്ഥാനം പുറത്താക്കണോ വേണ്ടയോ എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന് തെളിവ് വേണ്ടേ? എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? കോടതി വേണ്ടേ? പോലീസ് വേണ്ടേ? പോട്ടെ, ഒരു കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? പരാതി വേണ്ടേ? പരാതി പോലും ഇല്ലാതെ ഒരാളെ വേട്ടയാടുകയാണ്. ഇന്ന് ഞാൻ ശാലു തമ്മിൽ സംസാരിക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാശ്രീ പിണറായി വിജയൻ അവർ പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകും. എല്ലാ അതിനോടും ചോദിക്കട്ടെ, ആര് പരാതി കൊടുക്കും? പിണറായി വിജയൻ സഭ പരാതി കൊടുക്കും. അതായത് ആരെ പ്രഗ്നന്റ് ആക്കി, ആരെ പീഡിപ്പിച്ചു എന്ന് ആര് പരാതി കൊടുക്കും? ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിരിച്ചത് വിഷമം കൊണ്ടുകൂടിയാണ് ചിരിച്ചത്. നമ്മുടെ നാടിന്റെ ദുരവസ്ഥയാണ്. അതായത് പണ്ടൊക്കെ പരാതി വന്ന് കോടതിയിൽ പോയി കോടതിയുടെ പരാമർശം വന്നാൽ അയാൾ മാറി നിൽക്കണമെന്ന് പറയുന്നതിന് പകരം ഇന്ന് പരാതി പോലും വേണ്ട, അവനെ നേരിട്ടങ്ങ് വിചാരണ ചെയ്യാന്ന് പറയുക. ഈ രാഷ്ട്രീയത്തിനപ്പുറമായിട്ടാണ് കൂടെ നിൽക്കുന്നവർ പലപ്പോഴും നമ്മൾ ആണുങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്കെതിരെ അങ്ങനെ ഒരു വ്യാജ ആരോപണമെങ്കിലും വന്നാൽ നമ്മളെ ചവിട്ടി താഴ്ത്തി അവൻ നല്ല പിള്ള ചമയും. അതായത് ഞാൻ നല്ലവൻ, നീ ഹോളിയർ ദാൻ ദോ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്തൊരു ദുരവസ്ഥയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, ശക്തമായ അന്വേഷണം നടത്തി കണ്ടെത്തി അത് കോടതിയിൽ തെളിയിച്ച് ശിക്ഷിക്കണം. അതല്ലേ വേണ്ടത്? നമ്മുടെ കേരളത്തിന്റെ ദുരവസ്ഥയാണ് നമ്മളിപ്പം കാണുന്നത്. തീർച്ചയായും. അതായത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കുറെ
ഇത് വന്നു, അവരുടെ തെളിവ് സഹിതം വന്നു എന്ന് പറഞ്ഞിട്ട് കുറെ വോയിസ് റെക്കോർഡും മെസ്സേജസും കാര്യങ്ങളും ആരോപണങ്ങൾ വന്നു. തെളിവെന്ന് അവർ വിളിക്കുന്ന കാര്യം ഈ തെളിവാണോ അല്ലയോ എന്ന് ആര് തീരുമാനിക്കും? പണ്ടൊക്കെ അത് കോടതിയായിരുന്നു, ഇന്ന് മാധ്യമങ്ങളാണ്. ഇന്ന് മാധ്യമങ്ങൾ പോലും അല്ല, ഞാൻ തെളിവ് വിട്ടു എന്ന് പറഞ്ഞാൽ അത് തെളിവാണ്. അതായത് സ്വന്തമായിട്ട് തെളിവ് എന്തുകൂടി അതായത് ഞാൻ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്, ഞാൻ തന്നെയാണ് വാദിക്കുന്നത്, ഞാൻ തന്നെയാണ് ജഡ്ജി, ഞാൻ തന്നെ വിധി കൽപ്പിക്കും, ഞാൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഇത് നാളെ ആർക്കെതിരെയും വന്നൂടെ? നാളെ ആർക്കെതിരെയും ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു. തീർച്ചയായിട്ടും അശ്ലീല മെസ്സേജ് അയക്കുന്നത് മോശമാണ്. 2020 അശ്ലീല മെസ്സേജ് അയച്ചെന്ന് പറയുന്നു. എന്താ തെളിവ്? സ്ക്രീൻഷോട്ട് ഉണ്ടോ? മറ്റേതെങ്കിലും ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ടോ? എന്തയച്ചു? ഇല്ല, അതെനിക്ക് പറയാൻ പോലും പറ്റില്ല. ഏതോ ഒരു സിനിമയിൽ വെച്ച് എനിക്കൊന്ന് ബൈജു വേണം ആരോ പറയുന്നത് പോലെ എന്നോട് ചോദിക്കുക പോലും ചെയ്യരുത്. എന്തൊരവസ്ഥയാണിത് എന്നുള്ളതാ. ഇപ്പൊ ഒരു മീഡിയ ക്യാമ്പയിന് വേണ്ടി ഇങ്ങനെ യൂസ് ചെയ്യും. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല, ആർക്കെതിരെ ആകാം. മുമ്പ് ശ്രീ മുകേഷിനെതിരെ ഉണ്ടായിട്ടുണ്ട്, നിവിൻ പോളിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്, വിജയബാബുവിനെതിരായിട്ടുണ്ട്, ഇന്ന് ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP നേതാവിനെതിരായിട്ടുണ്ട്, നാളെ വേറൊരു കമ്മ്യൂണിസ്റ്റുകാരനെതിരെ ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇതിനിടയ്ക്ക് ശാലു ശ്രദ്ധിച്ചോന്നറിയില്ല, അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ തന്നെ റേപ്പ് ഫാന്റസി, അങ്ങനെ ടെർമിനോളജീസ് ആണ്, റേപ്പ് ഫാന്റസി, എന്നെ റേപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈദരാബാദിലോട്ട് വിളിച്ചു. അങ്ങനെ തീർച്ചയായും തെറ്റാണ്. ട്രാൻസ്ജെൻഡർ സമൂഹം നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒരു സമൂഹമാണ്. തെളിവെന്താ? അത് ഡിസപ്പിയറിംഗ് മെസ്സേജിലൂടെയാണ് ടെലിഗ്രാമിൽ അയച്ചത്. സ്ക്രീൻഷോട്ട് ഉണ്ടോ? സ്ക്രീൻഷോട്ട് ഇല്ല. ഫോട്ടോ എന്നാൽ മറ്റൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് നോക്കാൻ, അതിനി നിങ്ങൾ റിട്രീവ് ചെയ്തോളാം. അതായത് അതിനി നിങ്ങൾ റിട്രീവ് ചെയ്യണം. എന്തൊരു അവസ്ഥയാണ്. എന്നിട്ട് ഇന്ന് അന്ന എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ജനറൽ സെക്രട്ടറി അവർ ഇന്നലെ നമ്മുടെ എറണാകുളത്ത് എറണാകുളത്താണെന്ന് എൻ്റെ ഓർമ്മ, പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞു, 2 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പരാതി കൊടുത്തതിൽ 50,000 രൂപ വെച്ച് രണ്ടുപേരുടെയും കൂടെ 1 ലക്ഷം രൂപ മേടിച്ച് അവന്തിക അത് സെറ്റിൽ ചെയ്തു. കാശുണ്ടാക്കാൻ ഏറ്റവും നല്ല വഴിയല്ലേ? എന്താ പറ്റുകയെന്നറിയാമോ? സർക്കാർ ജീവനക്കാരാണ്, അവർ പേടിക്കും ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ അവരുടെ സർവീസ് റെക്കോർഡിൽ ബ്ലാക്ക് മാർക്ക് ആകും, അവർക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരും. അപ്പോൾ 1-2 മാസം സസ്പെൻഷൻ നേരിടുന്നതിനെക്കാട്ടും നല്ല ഈ 50,000 കൊടുക്കാം. അങ്ങനെ ആരോപണം വന്നാൽ സസ്പെൻഷൻ നേരിടും, ശമ്പളം പോകും, മാനം പോകും, മീഡിയക്കാരെടുത്തിട്ട് അലക്കും. ഇതിനെക്കാട്ടി എല്ലാം ഭേദം 50,000 രൂപയല്ലേ? ഇപ്പം നാളെ 5 ലക്ഷം രൂപ ചോദിച്ചാലോ, മറ്റന്നാൾ 10 ലക്ഷം രൂപ ചോദിച്ചാലോ? ഇങ്ങനെയാണ് 10 ലക്ഷം രൂപയാണ് മുകേഷ് എന്നോട് ചോദിച്ചത്. മുകേഷ് എന്നെ വ്യക്തിപരമായി ഇങ്ങനെ ഇരുന്ന് എന്നെ ഒരിക്കൽ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് ഞാൻ പോയി കണ്ടു. പക്ഷേ ഞാൻ പറഞ്ഞു, എന്നെ ഒരു ദിവസം ഒരു സ്ത്രീ വിളിച്ചിട്ട് എനിക്ക് 10 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു. മുകേഷ് ആദ്യം വിചാരിച്ച തമാശയാണ്. അല്ല, എൻ്റെ മോൾക്ക് പഠിക്കണം. മുകേഷ് പറഞ്ഞ്, നിങ്ങളുടെ മോൾക്ക് തീർച്ചയായിട്ടും പഠിക്കണം, അവൻ്റെ കാര്യം പറയുന്നില്ല, അത് 10 ലക്ഷം രൂപ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ പണ്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നു. മുകേഷ് അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാകണമെങ്കിലേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആണും ആ കോൾ നിങ്ങൾക്കായിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൾ ഒരു ദിവസം പ്രതീക്ഷിക്കാതെ പഴയ ഏതോ ഒരു സ്ത്രീ പരിചയക്കാരിയോ വനിതാ സുഹൃത്തോ അല്ലെങ്കിൽ വനിതയോ വിളിച്ച് നിങ്ങളോട് പെട്ടെന്ന് പറയുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 10 ലക്ഷം രൂപ വേണം. നമ്മൾ സ്വാഭാവികമായോ ഇല്ല കേട്ടോ, വേണമെങ്കിൽ നോക്കായിരുന്നു എന്നൊക്കെ നമ്മൾ സ്ഥിരം ഒഴിവ് പറയും. ഇല്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ തന്നേ പറ്റൂ. അത് കടമായിട്ടൊന്നുമല്ല, എനിക്ക് തരണം, കടമായിട്ട് പോലും അല്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. ഈ ഗതികേടിലേക്കാണ് കേരളം പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മുഴുവൻ പേരോടെയുള്ള വാട്സപ്പ് ചാറ്റും ടെലഗ്രാം ചാറ്റുമാണ്. ഇപ്പൊ നമുക്കൊരാളോട് ഒരു ഇന്റിമസി ഉണ്ടെങ്കിൽ രാഹുൽ ഏട്ടെന്നോ ആ ഒരു രീതിയിൽ പോലും സേവ് ചെയ്യാതെ ഈ രീതിയിൽ പേര് സേവ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതില് AI കാലമാണ്. AIക്ക് എന്തെങ്കിലും പങ്കിടണം തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ടെലിഗ്രാമിലാണെന്ന് തോന്നുന്നു, ഏതോ ഒന്നിൽ രാഹുൽ ഏട്ടൻ സേവ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലോ ടെലിഗ്രാമിലോ ഒന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ്, ഒന്നിൽ രാഹുൽ ഏട്ടൻ എന്നാണ്. ഇത് AI ആണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറയരുത്. എൻ്റെ പ്രശ്നം എന്താ അറിയാമോ? ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൗണ്ട് അല്ലേ? അല്ലെന്ന് ആരെങ്കിലും പറയുമോ? നമ്മൾ എത്ര കാലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുക? അപ്പം നമ്മൾ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കരുത്, സാങ്കേതികത്വം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പഞ്ചാര അടിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓണപ്പ് ചെയ്ത് പറയണം, എനിക്കത് തെറ്റ് പറ്റിയതാണ്, ഞാനങ്ങനെ പഞ്ചാര അടിച്ചിട്ടുണ്ട്, ഞാൻ ഫ്ലേർട്ടേഷ്യസ് ആയി സംസാരിച്ചിട്ടുണ്ട്, എനിക്കതൊരു തെറ്റ് പറ്റിയതാണ്, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നതിനൊരു ആണത്വമുണ്ട്, എന്ന് പറയുന്നതിന് ഒരു ധാർമ്മികതയുണ്ട്, എന്ന് പറയുന്നതിനൊരു ശരിയുണ്ട്. അതാണ് തെറ്റെങ്കിൽ ഇത് AI വഴി നിർമ്മിച്ചതാണ്, അത് ആൻ ജോർജ്, സോറി കുട്ടിയുടെ പേര് റിനി ആൻ ജോർജ് എൻ്റെ സുഹൃത്താണ്, എന്നെ കുറിച്ച് ആണ് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ചുമ്മാ തള്ളിയിട്ട് കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം.
ക്ഷമിക്കണം, തെറ്റുപറ്റി, അല്ലെങ്കിൽ ഞാൻ അയച്ചു, അല്ലെങ്കിൽ അയച്ചില്ല. അത് അവന്തിക എൻ്റെ സുഹൃത്താണ്. അതൊരു ഫാഷനബിൾ പ്രോഗ്രസീവ് ആണ്. അതായത് ഞാൻ ഫാഷനബിൾ ആണ്, കുറച്ച് പ്രോഗ്രസീവ് ആണ്, ഞാൻ സ്ത്രീപക്ഷവാദിയാണ് കേട്ടോ എന്ന് പറയുന്നത് പോലെ, മറ്റേ സിനിമയിൽ പറയുന്ന പോലെ കുറച്ചൊരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ എന്ന് പറയുന്ന പോലെ ഞാനും ഒരു പുരോഗമനവാദിയാണ്. അതുകൊണ്ട് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവന്തിക എൻ്റെ സുഹൃത്താണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് താഴെ വലിച്ചിടാൻ ശ്രമിക്കുന്ന അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്താണോ? ഒന്നുമല്ല. അതൊരു പറച്ചിലെ ഫാഷനബിലിറ്റിയാണ്. അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സത്യസന്ധമായിട്ട് ഇത് ഒക്കെ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന കാലഘട്ടമല്ലേ. അപ്പൊ ആ ഗ്രാപ്പ് പറയരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബെഡിൽ കിടക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കാണുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വോയിസ് സംസാരിക്കുന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സൗണ്ട് അല്ലേ? അങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അങ്ങനെ പറയരുത്. അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. 1 or 2 മുഖ്യധാരാ ചാനലുകളുടെ പേര് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പേരും കൂടെ പറയാൻ നിങ്ങൾക്ക് വിരോധം അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലും ജനവും ഈ 2 ചാനലിന്റെ പേരാണ് കേൾക്കുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയപ്പെടുന്നത്. ആയിരിക്കാം, അല്ലായിരിക്കാം. അങ്ങനെ ഈ പെൺകുട്ടിക്ക് പ്രഗ്നന്റ് ആയിരിക്കാം, അല്ലായിരിക്കാം, അത് നമുക്കറിയില്ല. ഈ പെൺകുട്ടി ആ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നത് സൂക്ഷിക്കേട്ടാ, ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി എത്ര നേരം എടുക്കും കൊല്ലാൻ, ഈ ഒരു ഡയലോഗ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ സുഹൃത്തിൻ്റെ കൂടെ വിളിച്ചായിരിക്കും, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ പോയിന്റ് ബീയിങ്, ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ സൈഡിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം പോയിന്റുകൾ പറയുന്നതിന് പകരം എന്നെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ജനങ്ങൾ കൂടെ നിൽക്കും. സത്യസന്ധമായിട്ട് നമ്മൾ ഡീറ്റെയിലെ ജനങ്ങൾ കൂടെ നിൽക്കും. അതാണ് സത്യം. അപ്പം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള് പ്രതി തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കെതിരെ മുഖ്യമന്ത്രി നേരിട്ട് നടപടി എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? പ്രതിയേ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിതനാണ്. ലീഗൽ ഭാഷയിൽ പറഞ്ഞാൽ അക്യൂസ്ഡ്. മറുഭാഗത്ത് നിൽക്കുന്ന കുട്ടി പരാതിക്കാരി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിതൻ. കേസ് കൊടുത്താൽ ഇപ്പൊ അതുപോലുമല്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയൻ. ഇതൊക്കെ വേറെ വേറെ ഗ്രേഡുകളാണ്. അതായത് ആരോപണ വിധേയൻ, അക്യൂസ്ഡ്, അല്ലെങ്കിൽ അക്യൂസ്ഡ് ലെവല്, പിന്നീട് കുറ്റക്കാരൻ, വിചാരണ. ഇത് ഒരുപാട് ഗ്രേഡുകളുണ്ട്. ഇതൊന്നും കാണാതെ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതി അല്ലെങ്കിൽ നടപടി ഉണ്ടാവും എന്ന് പറയുന്നത് എനിക്ക് വിഷമം തോന്നി. അത്രയും മുതിർന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ ഒരാള് ഈ പൊളിറ്റിക്സിൽ നമ്മൾ ഗോൾ അടിക്കാൻ അവസരം കിട്ടുമ്പോൾ ഗോൾ അടിക്കണം എന്ന് പറയുന്ന രീതിയിൽ നമ്മളങ്ങനെ രാഷ്ട്രീയത്തിൽ ചെയ്യരുത്. അത് ധാർമ്മികത ഇല്ലായ്മയാണ്. എന്നാ പരാതി വരട്ടെ, മുഖ്യമന്ത്രിക്ക് പറയാം പരാതി വരട്ടെ എന്ന് പറയാം, ഈ കോൺഗ്രസ്സുകാർക്ക് പറയാം പരാതി വരട്ടെ. കാര്യമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ട് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നതൊക്കെ പറയുന്ന ആരെ പറ്റിക്കാനാണ്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ആരെ പറ്റിക്കാനാണ്? അതായത് കൂടെ നിൽക്കുന്നവനൊരു പ്രശ്നം വന്നാൽ അവനെ തള്ളി താഴെ ഇട്ടിട്ട് ഹേയ് ഞാൻ സ്ത്രീ പക്ഷപാതിയാണ് കേട്ടോ എന്ന് പറയുന്നത് സ്ത്രീകൾ പോലും വെളിയിൽ കാണുമ്പോൾ ചിലപ്പോൾ ചിരിച്ചു കാണിക്കുമായിരിക്കും. അവർക്ക് പോലും ഉള്ളിൽ ഇത് കള്ളത്തരാന്ന് മനസ്സിലാവില്ലേ? നമ്മളെല്ലാം അരിയാരം കഴിക്കുന്ന സാധാരണ മനുഷ്യരല്ലേ, നമ്മളും കുറെ കാലം വീഡിയോ ഒക്കെ കാണുന്നതല്ലേ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് താഴെ ഇടുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് സ്ത്രീപക്ഷം, സ്ത്രീകളുടെ ആത്മാഭിമാനമാണ് കോൺഗ്രസിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് എന്ത് കാര്യമാണ്? സിൻസിയറിറ്റി ഇല്ലാതെ അങ്ങനെ നിലപാടെടുക്കരുത്. അതിൽ യാതൊരു അർത്ഥവും ഇല്ല, അതിൽ യാതൊരു മീനിങ്ങും ഇല്ല. നാളെ ഇവർക്കെതിരെ ഇതേപോലെ വരും. ഇനി അതിൻ്റെ ഒരു കൗതുകം കൂടെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് യാതൊരു മമതയും സൗഹൃദവും ഇല്ലെന്ന് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ്. 1 മാസം മുമ്പോ 1.5 മാസം മുമ്പോ നമ്മുടെ എമ്പുരാൻ വന്നതിന് ശേഷമുള്ള ഒരു ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും കൂടെ ഏഷ്യാനെറ്റിലെ വിനു വിജോന്റെ ചർച്ച ഇരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനൽസിൽ നിന്ന് ആ ഏഷ്യാനെറ്റിൽ നിന്ന് പരസ്യമായിട്ട് രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്നും നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയാണ് പോയിസൺ, രാഹുൽ ഈശ്വർ കേരളത്തിലെ സ്ലോ പോയിസൺ ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്യമായി അടിയായതാണ്. മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലുമായിരുന്നു ഗസ്റ്റ്. അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായിട്ട് ഇന്ത്യയിലെ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടി, ഞങ്ങൾ പുരുഷ കമ്മീഷൻ കൊണ്ടുവരാനൊരു നീക്കമുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചതിന്റെ കാര്യം നമ്മൾ അത് നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ അവസരം കിട്ടി. എൽദോസ് കുന്നപ്പള്ളിക്ക് സ്പീക്കർ ഷംസീർ സാറാവ് കൊടുത്തു. ഇത് തലേ ദിവസം വിളിച്ച് ബ്ലോക്ക് ചെയ്ത് VD സതീശൻ ചെയ്യാൻ. അതിനുശേഷം ഞാൻ കുഞ്ഞാലിക്കുട്ടി സാറിനെ വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി സാർ ഞാൻ സതീഷിനോട് പറഞ്ഞു നോക്കാം, സതീഷിനെ അറിയാമല്ലോ, പുള്ളിയുടെ നിലപാടാണ്. ഞാൻ എന്നിട്ട് ഷാഫി പറമ്പിലിനെ വിളിച്ചു. ഷാഫി ആദ്യമൊക്കെ പോസിറ്റീവായി പ്രതികരിച്ചു. പിന്നീട് ഷാഫി തണുത്തു പോയത് പുരുഷ കമ്മീഷൻ കൊണ്ടുവരേണ്ട അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ട് ഷാഫി പറമ്പിലിനോട് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഉദ്യമം തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് യാതൊരു പ്രത്യേക മമതയില്ല. പക്ഷേ നമ്മളൊരു മിനിമം മര്യാദ കാണിക്കട്ടെ. ആരോടാണെങ്കിലും നമ്മളൊരു മിനിമം മര്യാദ കാണിക്കട്ടെ. ഞാനൊരു സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് ഒരു സഖാവെ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ ചെയ്യരുതേ. അവൻ നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ വിജയ എന്നൊക്കെ വിളിച്ചു. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റാണ്. ഞാൻ പിണറായി വിജയൻ സഖാവ് കാരണം 5 തവണ ജയിലിൽ കിടക്കേണ്ടി വന്ന വ്യക്തിയാണ്. ഞാൻ 2-3 ആഴ്ച ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തെ അഡ്രസ് ചെയ്യും, ശബരിമല പ്രക്ഷോഭ കാലത്താണ്. ഇന്ന് ഞാൻ അഡ്രസ് ചെയ്യുമ്പോൾ സഖാവ് പിണറായി
വിജയനോ പിണറായി വിജയൻ സാറെന്നോ പിണറായി വിജയൻ അവകളെന്നോ ശ്രീ പിണറായി വിജയൻ ഒക്കെ അഡ്രസ് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ധാർഷ്ട്യത്തിൽ പറഞ്ഞ തെറ്റ് തന്നെയാണ്. പത്മജ വേണുഗോപാലിനെ കുറിച്ച്, കരുണാകരൻ സാറിന്റെ മോളെ കുറിച്ച്, അച്ഛന് ജനിക്കാത്തവൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞൊക്കെ 100% തെറ്റാണ്. ശ്രീ മുകേഷ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇവിടുന്നുള്ള റിപ്പോർട്ടൊക്കെ എടുത്ത് പറഞ്ഞത്, മുകേഷിനെ വളരെ മോശമായി പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ ദേഷ്യം തീർക്കാനുള്ള അവസരം അല്ലല്ലോ ഇത്. അത് മറ്റൊരു അവസരത്തിൽ ചീത്ത വിളിച്ച് നമുക്ക് തീർക്കാം. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? വ്യക്തിവിരോധം തീർക്കാനുള്ള അവസരങ്ങളായിട്ട് എടുക്കുകയാണ്. ഇനി ഇന്ന് തന്നെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ്, പേര് പറഞ്ഞു തന്നെ പറയാം, മറച്ചു വെക്കുന്ന എന്തിനാ, ശ്രീ വി.ഡി. സതീശൻ ജി ഇന്നലെ കേട്ട് കാണും. ഒരു മറ്റേ കൈയൊക്കെ കാണിച്ച് കേരളം ഞെട്ടും, CPM-നും BJP-ക്കും എതിരെ പെൺ ബോംബ് അല്ലെങ്കിൽ ബോംബ് വരുമെന്നൊക്കെ. ഈ പെണ്ണുങ്ങളെ ബോംബായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ സ്ത്രീവിരുദ്ധത എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരു സ്ത്രീയെ ബോംബായി ഉപയോഗിച്ച്, ഈ ബോംബെന്ന വാക്ക് രാഹുൽ ഈശ്വർ കണ്ടുപിടിച്ചതല്ല, ബോംബെന്ന വാക്ക് രാഷ്ട്രീയക്കാരെ പറയുന്നതാണ്. ഈ പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതിന് അപ്പുറമുള്ള സ്ത്രീവിരുദ്ധത വേറെ എന്താണ്? കാശ് കൊടുത്തോ, ബിഗ് ബോസിൽ ഓഫർ മേടിച്ചു തരാമെന്ന് പറഞ്ഞോ, കോൺട്രവേഴ്സിയുടെ സാധനം പറഞ്ഞോ, റീൽസിന് റീച്ച് കൂട്ടാമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസെന്റീവ് കൊടുത്ത് ഇവരെ അങ്ങനെ ഇറക്കുന്നതിനപ്പുറം മോശം എന്ത് കാര്യമുള്ളൂ? അപ്പൊ ഇതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റുകൾ പറയേണ്ടത്. ഇതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ആൾക്കാർ മുമ്പോട്ട് വരേണ്ടത്. നമുക്ക് ഈ പെണ്ണിനെ വെച്ചുള്ള, അതായത് സ്ത്രീയെ ഉപയോഗിച്ച് എതിരാളിയെ മോശമാക്കാൻ സന്ദേശത്തിൽ നമ്മുടെ ശങ്കരാടി സാർ ശ്രമിക്കുന്നത് പോലെ, അതായത് സന്ദേശം എന്ന ടൈംലെസ് മൂവിയാണ്. അതിൽ ശ്രീനിവാസൻ എന്ന മഹാനായ എഴുത്തുകാരൻ എഴുതിയ ശങ്കരാടിയുടെ രസകരമായ ഒരു ക്യാരക്ടർ ഉണ്ട്, ഓർമ്മയാണ്. എടാ, എതിർ പാർട്ടിയിൽ കുറച്ച് കഴിവുള്ളവന്മാർ വന്നിട്ടുണ്ട്, അവന്മാർ ഏതെങ്കിലും പെണ്ണ് കേസിലോ ഗർഭത്തിലോ പിടിച്ച് നമുക്ക് മാറ്റിക്കണമെന്ന്. ഇതിനപ്പുറം നമ്മൾ 1 ഇഞ്ച് പോലും നമ്മൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നീ ഇന്ന് കോൺഗ്രസിനെതിരെ വന്നു, നാളെ BJP-ക്കെതിരെ വരും, മറ്റന്നാൾ കമ്മ്യൂണിസ്റ്റിനെതിരെ വരും. ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും പഞ്ചാര അടിച്ച് കാണുമല്ലോ. തീർച്ചയായിട്ടും ആണല്ലോ. കമ്മ്യൂണിസ്റ്റ് സഭയിൽ ഇരിക്കുന്ന എല്ലാവരും സന്യാസിമാരൊന്നും അല്ലല്ലോ. ആരെങ്കിലും പഞ്ചാര അടിച്ച് കാണും. അല്ലെങ്കിൽ BJP കാണിച്ച ഇനി ഈ ചാറ്റുകൾ പൊക്കി, ഈ ചാറ്റുകൾക്ക് ഏതെങ്കിലും വിലയിട്ട് ആരുടെ ഏതെങ്കിലും മേടിച്ച്, എന്തൊരു ദുരവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്റ്റീവായ രാഷ്ട്രീയം ഒന്നുമില്ലേ? വികസനത്തിന്റെ രാഷ്ട്രീയം ഇല്ലേ? നയങ്ങളുടെ രാഷ്ട്രീയം ഇല്ലേ? എന്നും പെണ്ണ് കേസ്, ഗർഭം, പെണ്ണ് കേസ്, ഗർഭം അലസിപ്പിച്ചോ ഇല്ലയോ? ഈ അവസ്ഥയിൽ നിന്ന് കേരളം മാറണമെന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഓക്കെ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി സമ്മതിക്കുന്നു. ഇല്ല, അവിടെ എന്ത് തെറ്റ്? പഞ്ചാര അടിച്ച തെറ്റാണെങ്കിൽ തെറ്റിയിട്ടുണ്ട്. പഞ്ചാര അടിച്ച തെറ്റല്ല, ഇവിടെ ഒരു യുവതിയെ പ്രഗ്നന്റ് ആക്കി അത് അബോർഷന് നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യം അവിടെ ഓരോന്നായിട്ട് എടുത്തു പോകാം. കാര്യം ഇത് ബ്രോഡായിട്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കൊടുക്കുന്നത്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് പറയുന്നത് അതിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാന്നാണല്ലോ. അപ്പൊ ആ പെൺകുട്ടി പറയുന്നത് എന്താ? തന്നോട് ഏറ്റെടുക്കാൻ ആരും പറഞ്ഞില്ലല്ലോ, ഞാൻ സ്വന്തമായിട്ട് വളർത്തിക്കോളാം എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കാന്നല്ലേ പറയുന്നത്. ഇന്ന് അതിൽ വേറൊരു കാര്യം, പ്രത്യേകിച്ച് മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ട് ശാലുവിന് ഇത് കേൾക്കുന്നവർക്കും അറിയായിരിക്കും. ഈ മീഡിയയ്ക്ക് ന്യൂസ് വാല്യൂ വേർഡ്സ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് മീഡിയയ്ക്ക് ക്യാച്ച് കിട്ടാൻ കഴിയുന്ന വേർഡ്സ്. ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പെൺകുട്ടി അങ്ങോട്ട് പറയാണ്, താൻ എന്നെ കൊല്ലും. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ റെസ്പോൺസ് എന്താ അറിയോ? നീ എന്താ സിനിമാ കഥ കാണുകയാണോ? എക്സാക്ട്ലി ഈ വാക്കുകളാണ്. നീ എന്താ സിനിമ കാണുകയാണോ, അല്ലെങ്കിൽ സിനിമാ കഥ പറയുകയാണോ? കാരണം നമ്മൾ ഇഷ്ടമുള്ള, നമ്മളോട് ബന്ധമുള്ള ഒരു പെൺകുട്ടി അങ്ങനെ നമ്മളെ വിളിച്ചത് പറഞ്ഞ് അത് എന്തിനാ പെൺകുട്ടി പറയുന്നതെന്ന് അറിയാമോ? അതിനോട് അനുബന്ധിച്ചുള്ള ഒരു റെസ്പോൺസ് വരണം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകോപിതനായി പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിന്നെ കൊല്ലാൻ എത്ര നേരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കൊല്ലുവെന്നല്ല അർത്ഥം. അതായത് നിന്നെ കൊല്ലാനൊന്നും അല്ല എൻ്റെ ഉദ്ദേശം എന്നതാണ് ആ വരികളുടെ അർത്ഥം. കൃത്യമായി പറഞ്ഞാൽ 7% വാക്കുകൾക്ക് വാച്യാർത്ഥമുള്ളത്, അതായത് വേർഡ് മീനിങ് ഉള്ളത്, 38% സ്വരങ്ങളും 55% ബോഡി ലാംഗ്വേജ് ഉള്ളതാണ്. ഇതാണ് ആൽബർട്ട് മെഹ്റാബി കണക്ക്. ഇതിലെ ടോണങ്ങ് മാറ്റി ഇന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ഇതിന്റെ പ്രശ്നം ഇതൊരു യൂട്യൂബ് ചാനലിലെ ആളോ അല്ലെങ്കിൽ മുഖ്യധാര മീഡിയയിലെ ആളോ ചോദിക്കുന്നതല്ല, മുഖ്യമന്ത്രി പറയുകയാണ്. ഗർഭിണിയെ അങ്ങനെ കൊല്ലാൻ തക്ക രീതിയിൽ സംസാരിക്കുന്നത് അത് ക്രിമിനൽ പ്രവൃത്തിയാണ്. ഈ ക്രിമിനൽ പ്രവൃത്തിയാണെന്ന് പറയിക്കാൻ പൊതുസമൂഹത്തിന് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 തെറ്റ് പറ്റി. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാപകമായി പഞ്ചാര അടിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. കാര്യം ഒരുപാട് സ്ത്രീകൾ നമ്മളെ തന്നെ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ശരിയാണ്, അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യരുത്. 10-35 വയസ്സുള്ള ഒരു പയ്യനാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണ്, ഈ രീതിയിലുള്ള സ്വഭാവം 100% തെറ്റാ. അങ്ങനെ താല്പര്യമുള്ള 1-2 പേര് അല്ലെങ്കിൽ നിന്റേതായ ഒരു ഇതിലേക്ക് ഓടി നടന്ന് അങ്ങനെ പഞ്ചാര അടിക്കുന്നത് തീർച്ചയായും തെറ്റായ ഒരു കാര്യമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തണം. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ തന്നെ ഡീഫെയിം ചെയ്തു എന്ന് തോന്നുന്നവർ, അദ്ദേഹത്തിനെതിരെ വ്യാജാരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ആത്യന്തികമായൊന്നും ജയിക്കാൻ പോകുന്നില്ല, പക്ഷെ അതൊരു സ്ട്രോങ് ഡിഫൻസ് ആണ്. ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാൻ തയ്യാറായില്ല. ഈ 2 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പം ആളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, ആള് ഓൺലൈൻ മീഡിയയുടെ മുമ്പിലൊക്കെ വന്ന് വളരെ നല്ല രീതിക്ക് ഫേമസ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളവരെ പറ്റി, ഈവൻ ഒരു ട്രാൻസ്ജെൻഡർ കൂടിയുണ്ട്, ഇതുപോലെ എല്ലാ മീഡിയയുടെ മുന്നിൽ പോയി നിന്നും മൈക്കിന്റെ മുന്നിൽ വന്ന് നിന്ന്
പറയുന്നു, പലതും പറയുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീകളെ പറ്റി എന്താണ് രാഹുൽ ഈശ്വരൻ പറയുന്നത്? നനഞ്ഞടം കുഴിക്കുകയാണ്. അതാണ് അതിലെ പോയിന്റ്. നനഞ്ഞടം കുഴിക്കുകയാണ്. ഇത് എനിക്ക് ഇപ്പൊ ഈ അവന്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് തന്നെ പറയാം. അവന്തിക എന്ന് പറയുന്ന പെൺകുട്ടി August 1 വൈകിട്ട് 8:24 രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് വിളിച്ച് ഒരു പ്രമുഖ ചാനലിലെ ജേർണലിസ്റ്റ് നിങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നതിന്റെ ശബ്ദരേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വ്യക്തി തന്നെ അയച്ചു കൊടുത്തു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ജീവന് ഭയം ഉണ്ടെങ്കിലാണോ അത് അയച്ചു കൊടുക്കുന്നത്? ചുമ്മാ പറയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ട് അതിൽ കൃത്യമായിട്ട് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നുണ്ട്, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല, എന്നോട് അങ്ങനെ മോശമായി സംസാരിച്ചില്ല. അതിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാം കേട്ട് കാണും. എന്നിട്ട് പറയുന്നത്, അങ്ങനെ എന്നോട് മോശമായിട്ട് സംസാരിച്ചാൽ എനിക്ക് ബോധമില്ലേ, എനിക്ക് പരാതി കൊടുത്തുകൂടെ എന്നൊക്കെ. പെട്ടെന്ന് എങ്ങനെയാണ് 2 ആഴ്ച കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റേപ്പ് ഫാന്റസി വരുന്നത്? അപ്പൊ 2-3 പോസിബിലിറ്റീസ് ആണ്. ഒന്ന് പറഞ്ഞതുപോലെ റീലുകൾ വൈറലാകാൻ, മാധ്യമ ശ്രദ്ധ കിട്ടാൻ, ഒരു പക്ഷേ പണം, റിസോഴ്സ്, മറ്റ് കാര്യങ്ങൾ, ഇത്തരം കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സിയിൽ മുമ്പ് വന്ന മറ്റേ റിനി അടക്കമുള്ളവർക്ക് കിട്ടിയ ശ്രദ്ധ എനിക്കും കൂടെ കിട്ടണം, അടുത്ത തവണ ബിഗ് ബോസിൽ പോവാം, ഇങ്ങനത്തെയുള്ള ചിന്ത വെച്ച് ഓരോരുത്തരുടെ ജീവിതം ഇല്ലാതാക്കുന്ന കഷ്ടകാലമില്ലേ? അതാണ് അതിലെ പോയിന്റ്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും തിരിച്ചു വരാൻ പോകാത്ത രീതിയിൽ ഒരു തകർച്ചയിലേക്ക് പോവാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് ഫിനിഷ്ഡ് എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെയും കൂടെ ഒരു പരാതി ഇരിക്കട്ടെ എന്ന് പറയുന്നതേ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? ആ പരാതികൾ തടയാൻ യാതൊരു ഓപ്ഷനും ഇല്ല. ഇപ്പൊ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി ഉണ്ടായി. നിവിൻ പോളിക്ക് ഒരു റിലീഫ് കിട്ടിയപ്പോൾ നിർത്തി. എനിക്ക് നിവിനോട് ആ വിഷയത്തിൽ നീരസമുണ്ട്. എനിക്ക് നിവിനെ വലിയ ഇഷ്ടമാണ്, ആദരവാണ്. നിവിൻ ഫൈറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ്. പക്ഷെ നിവിൻ അതിന്റെ കൺക്ലൂഷൻ വരെ പോയി ആ പെൺകുട്ടിയെ ജയിലിലിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ആക്ഷൻ എടുപ്പിക്കണമായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനോടും ആ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഉമ്മൻചാണ്ടി സാർ സരിതയുടെ വ്യാജ പരാതി ഒന്നും എല്ലാവർക്കും അറിയാമായിരുന്നു കള്ളപ്പരാതിയാണ്. അവസാനം കോടതി കള്ളപ്പരാതിയാന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ തിരിച്ച് ഈ പരാതിയിൽ പോയി ഇവരെ മലീഷ്യസ് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് കൊടുത്ത് ഡീഫമേഷൻ കൊടുത്ത് ബാക്കി കേസുകളിൽ പെട്ട് കള്ളക്കേസാണെന്ന് തെളിയിച്ച് അവർക്കൊരു ശിക്ഷ കൊടുക്കണമായിരുന്നു. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, അതൊരു പെൺകുട്ടി XYZ എന്നൊരു പെൺകുട്ടി ഇരിക്കട്ടെ, ഞാനുണ്ട്, എനിക്ക് ദേഷ്യമുള്ള ഒരുത്തനുണ്ട്, ഞാൻ എന്ത് എന്ന് പറയും? ഈ പരാതി കൊടുക്കും, നിനക്ക് എന്ത് ഇഷ്ടം ഉണ്ടാകാനാ? നിന്റെ പേര് വെളിയിൽ പറയാൻ പറ്റില്ല, നിന്റെ പേര് പറഞ്ഞാൽ 1.5 വർഷം ജയിലിലിടും, നിന്റെ പേര് യാതൊരു രീതിയിലും വെളിയിൽ വരുന്നില്ല, നിനക്ക് ഇനി പേര് വെളിയിൽ വരണമെന്നുണ്ടെങ്കിൽ നിന്നെ അതിജീവിത തന്നെ ആൾക്കാരെ വിളിക്കും, നിനക്ക് ചാനലിൽ പോയിരിക്കുകയാണെങ്കിൽ നിനക്ക് ഗുണമുണ്ടാവും എന്ന് പറഞ്ഞാൽ പെണ്ണവിടെ സേഫാണ്. ആണെന്ത് ചെയ്യും? കയ്യും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുന്നതിന്റെ അവസ്ഥയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഏകദേശം 3.3 മില്യൺ അടക്കം വ്യൂസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നു. അത് ഒരുപാട് പേര് കണ്ടു, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവരും കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത ദിവസം ഞാൻ പറഞ്ഞു, എടാ ബഹുമാനത്തോടെയാണ്, എടാ നീ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിന്നെ തീർത്തിട്ട് പോവും എന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചു പറയാനായിട്ട്, 4 മണിക്കോ എന്തോ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രസ് മീറ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ആദ്യ ദിവസം പ്രസ് മീറ്റ് വിളിക്കണ്ട കാര്യം, ആണിന് മിണ്ടാൻ പോലും അവസരം കൊടുക്കുന്നില്ല. നീ സംസാരിക്കുന്നുണ്ട്. 2 രീതിയിലാണ് സ്ഥിരം ഈ വ്യാജ ഉപദേശങ്ങൾ വരിക. നീ ഒന്നും പറയണ്ട, പറയുന്നവർ പറഞ്ഞു പോട്ടെ എന്ന് പറയും. പക്ഷെ പറയുന്നവർ പറഞ്ഞ് നമ്മുടെ പുറത്തേക്കാണ് പോകുന്നതെന്ന് ആൾക്കാർ മറക്കില്ല. 2, നീ എന്തെങ്കിലും പറഞ്ഞ് ഒരു വരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നാളെ കോടതി നിനക്കെതിരെ ഉപയോഗിക്കാന്ന് പറയും. ഇതാവുമ്പോൾ ആളങ്ങ് പേടിച്ചു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല, ദിലീപേട്ടനും പറ്റിയതാണ്. ദിലീപേട്ടൻ കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ആദ്യമേ പറഞ്ഞെങ്കിൽ വിഷയം ഇത്രയും ആവില്ലായിരുന്നു. ദിലീപേട്ടൻ എല്ലാ നിയമങ്ങളെയും അനുസരിച്ച് വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് കേട്ട് അത് അഡ്വക്കേറ്റ്സ് പറയുന്നതുമേ ആത്യന്തികമായി നന്മ ഉദ്ദേശിച്ച, പക്ഷേ ഇത് മീഡിയ ഡിക്റ്റേറ്റഡ് കാലം കൂടിയാണ്. കോടതികളെ പോലും മാധ്യമങ്ങൾ സ്വാധീനിക്കുന്ന കാലം കൂടിയാണ്. കോടതിയെ പോലും യൂട്യൂബ് അടക്കമുള്ള ചാനലുകൾ സ്വാധീനിക്കുന്ന കാലമാണ്. ഇതൊരു ഇൻഫർമേഷൻ വാർഫെയർ ആണ്. പ്രൊപ്പഗാൻഡ വാർഫെയർ എന്നോ ഇൻഫർമേഷൻ വാർഫെയർ എന്നോ പറയുന്ന കാലഘട്ടമാണ്. അപ്പം കോടതികൾ പോലും ഇത്തരം കാര്യങ്ങളിൽ സ്വാധീനപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല. കാര്യം കോടതി മനുഷ്യരല്ലേ, മേളിൽ നിന്ന് വീഴുന്ന ആളൊന്നുമല്ലല്ലോ. അവിടുത്തെ ജഡ്ജി വീട്ടിലിരിക്കുമ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തന്നെയല്ലേ കാണുന്നു, വേറെ എന്ത് കാണാനാ? അപ്പോ ഇങ്ങനൊരു ആംഗിൾ ഉണ്ടല്ലേ, അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടല്ലേ ഇന്ന് കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും. സ്വാഭാവികമല്ലേ, നമ്മൾ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പെടും. ഓക്കെ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേടന്റെ വിഷയത്തിലോട്ട് വരാം. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മുമ്പ് ഒരു ആരോപണം വന്നു. ഇപ്പൊ ഒരു യുവതി നേരിട്ട് രംഗത്ത് വന്ന് പരാതി നൽകിയിരിക്കുകയാണ്. അതെ, സോ അതിനെ പറ്റിയിട്ട് എന്താണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളുടെ നിലപാട്? എനിക്കറിയില്ല ഇത് സത്യമാണെങ്കിൽ. അതായത് ഇന്നാണ് ജാമ്യം കിട്ടിയത്. വേടൻ ഇന്ന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. 3 വർഷത്തിന് ശേഷവും 4 വർഷത്തിന് ശേഷവും വന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാലേ 2 വർഷമോ 3 വർഷമോ ഈ പെൺകുട്ടി ഡിപ്രഷനിലായിരുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെ പറയാം.
3 വർഷം ഡിപ്രഷനിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു ചുമ്മാ പറച്ചിൽ മാത്രമല്ലേ. ശ്രീ സിദ്ദിഖിനെതിരെ പരാതി കൊടുത്തു കൂട്ടി 8 വർഷം 9 വർഷം കഴിഞ്ഞാണ് വന്ന് പറയുന്നത് അത്രയും വർഷം ഞാൻ വല്ലാത്തൊരു ട്രോമയിലായിരുന്നു. അതെന്തോ ട്രോമയാണ് ഈ 9 വർഷം നീണ്ടിരിക്കുന്ന ട്രോമ? അത് ഏതുപോലെയാണെന്നറിയാമോ? ഇപ്പം ചില വാർത്തകൾ ചാലും കേട്ട് കാണും, 9 വർഷമായിട്ട് എന്നെ പീഡിപ്പിച്ചു. അതെങ്ങനെ പറ്റും? ഒരാണിന് ഒരു പെണ്ണിനെ 9 വർഷം എങ്ങനെ പീഡിപ്പിക്കാൻ പറ്റും? ഒരു തവണ റേപ്പ് ചെയ്യുക, ബലാത്കാരമായി റേപ്പ് ചെയ്തു സംഭവിക്കാം. അതിനുശേഷം പോലീസിൽ പോകാം, മറ്റു കാര്യങ്ങൾ പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാം, പേടിച്ചു പോകാം. പക്ഷെ 9 വർഷം നിരന്തരമായി ആരെങ്കിലും പീഡിപ്പിക്കാൻ എങ്ങനെ പറ്റും? അപ്പോൾ 9 വർഷം കൺസെൻഷ്വലായി സെക്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പരസ്പര ബന്ധത്തോടെ ലൈംഗികത ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു തെറ്റി, അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നോ 9 വർഷമായിട്ട് റേപ്പ് ചെയ്തു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി വേടന്റെ കാര്യത്തിലാണെങ്കിൽ, വേടൻ ഞാൻ എടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഘടകവിരുദ്ധമായ രാഷ്ട്രീയമുള്ള വ്യക്തിയാണ്. വേടൻ എടുക്കുന്ന രാഷ്ട്രീയം കുറച്ചുകൂടെ കൃത്യമായി സാമുദായികമായി പറഞ്ഞാൽ ഒരു ദളിത് പ്ലസ് മുസ്ലിം പ്ലസ് ഇടത്, ജയ് ഭീം ജയ് മീം ലാൽ സലാം എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയമാണ് എടുക്കുന്നത്. ഞാൻ അതിന്റെ നേരെ എതിർവശത്ത് നിൽക്കുന്ന വലതുപക്ഷ മധ്യ വലതെന്നോ സെന്റർ റൈറ്റ് ഗാന്ധിയൻ രാഷ്ട്രീയം എടുക്കുന്ന വ്യക്തിയാണ്. പക്ഷെ വേടനും മനുഷ്യനല്ലേ, അവന്റെ വീട്ടിലും ആൾക്കാരില്ലേ? എത്ര പരാതിയാ വരുന്നത്? അതും എപ്പോഴാ? 3-4 വർഷമൊന്നും ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ കോടതി, ഞാൻ ലഭ്യമായ കുറച്ചേ വായിച്ചുള്ളൂ, അതിൽ ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു എന്ന കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ബന്ധം ഉണ്ടായതിനു ശേഷം 2-3 വർഷത്തിന് ശേഷം ഇവർ സ്പ്ലിറ്റായി നിരിക്കട്ടെ, ഉടക്കിന്നിരിക്കട്ടെ, ബ്രേക്കപ്പ് ആയി നിരിക്കട്ടെ, പിന്നീട് വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അതൊരു വളരെ വേഗ വകുപ്പാണ്. ഇത് കേൾക്കേണ്ട പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ രക്ഷിക്കാനും നിങ്ങൾക്ക് കവചവുമായിട്ട് തന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ മഹാമനസ്കതയാണ്. പക്ഷെ നിങ്ങളത് പരിചകൾക്ക് പകരം വാളായിട്ട് ഉപയോഗിക്കുമ്പോൾ നാളെ യഥാർത്ഥത്തിൽ ഈ പരിച വേണ്ട പെൺകുട്ടികളെയാണ് നിങ്ങൾ ഈ പരിചഹീനരാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് ഇല്ലാതാക്കുന്നത്. അതായത് നാളെ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടി ശരിക്കും ഇത്തരം പീഡനങ്ങളും മറ്റും അനുഭവിച്ച് ആരെങ്കിലും മനഃപൂർവ്വം ഈ രീതിയിൽ ചതിച്ച് അവളെ ഈ പ്രൊട്ടക്സ്റ്റ് ഓഫ് മാരേജോ മറ്റോ ചെയ്ത് കൊണ്ടുവരുന്നത്, അവള് അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിലോ കംപ്ലൈന്റ് ചെയ്യുന്നതിന്റെ കാര്യം വരുമ്പം പോലും കണ്ടില്ലേ, ഇതൊക്കെ സ്ഥിരമാണ്, വ്യാജ പരാതിയാണ് ആൾക്കാർ കരുതുന്നത്. അതുകൊണ്ട് ഈ വ്യാജ പരാതികൾ തടയാൻ മുന്നിൽ നിൽക്കേണ്ടത് പെൺകുട്ടികളാണ്. അവിടെ ഒരു കണ്ടീഷനും കൂടെ വെക്കണം, എത്രയെങ്കിലും ഒരു കാലഘട്ടത്തിനകം പരാതിപ്പെടണമെന്ന് പറയണം. 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ആർക്കെതിരെ വേണമെങ്കിലും പറഞ്ഞുകൂടെ? വളരെ വേഗ വകുപ്പാണ്. ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ. ഹണി റോസ് എനിക്കെതിരെ കൊടുത്ത പരാതി. ഹണി റോസിന് ആദ്യം പരാതി കൊടുത്തപ്പോൾ, അത് ഹണി റോസ് അത്യാവശ്യം വളരെ സെലിബ്രിറ്റി ആയിരുന്നു, നടിയാണ്. സാധാരണ ഏത് പെൺകുട്ടി കൊണ്ട് കൊടുത്താലും പോലീസ് പരാതി എടുക്കും. കാര്യം പോലീസുകാരുടെ ഒരു സ്ഥിരശീലം അതാണ്. പിന്നീട് അവർക്ക് ചീത്ത കേൾക്കണ്ടല്ലോ. എന്നിട്ട് പോലും ഹണി റോസ് കൊണ്ടു കൊടുത്ത പരാതി എനിക്കെതിരെ പോലീസ് കേസെടുത്തില്ല. രണ്ടാമത് അവർ നിയമവകുപ്പിനെ റെഫർ ചെയ്തു. അവർ പറഞ്ഞത് ഒന്നും കേസെടുക്കാനില്ല, എന്ത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റിയാണ്, എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ഒരു ഗുമ്മിന് എഴുതുന്നതാണ്. അതായത് അവിടെ ഇരിക്കുന്നവൻ എന്തെങ്കിലും ഒരു ക്ലച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതുന്നതാണ്. ഇതേ പരാതി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോകും, പോലീസ് കേസെടുത്തു. കൃത്യമായ പോലീസുകാരുടെ ഇടയിലുള്ള സംസാരം, എടുത്തുകൊടു, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചീത്ത കേൾക്കും. രാവിലെ ഈശ്വരൻ പോയി കാണുന്നത് ഇത് വാദിച്ച് ജയിച്ചോട്ടെ, അല്ലെങ്കിൽ വാദിച്ച് പിടിച്ചോട്ടെ എന്നുള്ളതാണ്. അപ്പൊ ആണിനുണ്ടാവുന്ന മെനക്കേട്, അവനുണ്ടാകുന്ന സാമ്പത്തിക ചെലവ്, ഞാനാവുമ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കും. സാധാരണ ഒരുത്തനാണെങ്കിൽ, അതായത് കണ്ടോ റേപ്പിസ്റ്റാണ്. എനിക്കറിയാം മാധ്യമങ്ങൾ എന്ത് പറയുന്നു, വെർബൽ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞോളി. കേൾക്കുമ്പോൾ ഭയങ്കര ഗുമ്മുള്ള വാക്കാണ്, വെർബൽ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞോളി. എന്താണ്? ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിന്റെ കാര്യം, ഈ വ്യാജ പരാതികൾ അവസാനം ഇപ്പൊ ശ്രീ അരുൺകുമാർ, നമ്മുടെ റിപ്പോർട്ടറിലെ എനിക്ക് ഏറ്റവും ഇഷ്ടവും ആദരവുള്ളൊരു വ്യക്തിയാണ്. അരുണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലെടുത്ത നിലപാടോട് എനിക്ക് 100% വിയോജിപ്പാണ്. പക്ഷേ അരുണിന്റെ മുമ്പ് ഒരു വ്യാജ പോക്സോയിൽ കുടുക്കിയിരുന്നു. ഇപ്പം അരുണിന്റെ ശത്രുക്കൾ കണ്ടില്ലേ നീ ഒരു പോക്സോ കേസ് പ്രതിയല്ലേ എന്ന്. അല്ല, അരുൺ ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല. അരുണും ഷാബാസ് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതിന് തമാശ രൂപേണ അടുത്ത ദിവസം അരുൺ ഒരു കമന്റ് പറഞ്ഞതിന് ഏതോ വിവരമില്ലാത്ത ബാലാവകാശ കമ്മീഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കമ്മിറ്റിക്കാരൻ കൊണ്ടുപോയി കേസ് കൊടുത്തതാണ്. ഇനിയും ജീവിതകാലം മുഴുവൻ അരുൺ എന്ത് പറഞ്ഞാലും കണ്ടല്ലേ നീ വ്യാജ പോക്സോ പ്രതിയല്ലേ. ഇത് എല്ലാവർക്കും എതിരെ നമ്മൾ കൊടുത്തിട്ട് എന്തിനാണെന്നറിയാമോ? നാളെ എനിക്കെതിരെ, അതായത് ഞാൻ ശരിക്കും ഒരു തെറ്റ് ചെയ്താൽ എനിക്കെതിരെ വരുമ്പോഴും നീ പോക്സോ പ്രതിയല്ലേ, നീ റേപ്പ് പ്രതിയല്ലേ എന്ന് പറയാനാണ്. എവിടെയെങ്കിലും നമ്മൾ ശ്രീ സുരേഷ് ഗോപി കാണിച്ചൊരു നന്മ കാണിക്കണം. സുരേഷ് ഗോപിയോട് ചോദിച്ചു മുകേഷ് രാജിവെക്കണോ? അന്ന് BJP, കോൺഗ്രസ്, CPM മത്സരിച്ച് CPM-നുള്ളിൽ പോലും മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സുരേഷ് ഗോപിയുടെ ആ സ്ഥിര റിസൾട്ടിൽ എന്തിനു മുകേഷ് രാജിവെക്കണം എന്ന് ചോദിച്ചാൽ കോടതി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനല്ല ഈ നാട്ടിലെ, ലോകത്തിലെ എല്ലായിടത്തും നിയമമില്ല. ഇന്ത്യയുടെ നിയമം കളയാം, ലോകത്തിലെ എല്ലാവരുടെ നിയമം കോടതി കുറ്റക്കാരനാണ് കണ്ടെത്തിയെന്നാണ്. ഇപ്പൊ പരാതി പോലും വേണ്ടെന്നായി, ഓരോ സാധനം കൊണ്ട് പരാതി പോലും വേണ്ടെന്നായി. ഇതാണ് ഈ നാട്ടിലെ ദുരവസ്ഥ. ഓക്കെ, ഇപ്പം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിനെ നമ്മൾ കൂടുതലും മീഡിയയിൽ കാണുന്നത് ഒരു മെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ അക്യൂസ്ഡ് ആവുമ്പോഴാണ്. അല്ലാതെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആദ്യം ഒരു ലൈറ്റ് ആയിട്ടുള്ള മറുപടി പറയാം, പിന്നീട്
പിന്നീട് സീരിയസ് ആയ മറുപടി, ലൈറ്റ് ആയിട്ടുള്ള മറുപടി, ഇന്നേവരെ അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്നെ റേപ്പ് ചെയ്തു ഞാൻ കുട്ടി കേസ് കൊടുത്തിട്ടില്ല, അതാണ് എന്റെ ലൈറ്റ് ആയ മറുപടി. ഇനി സീരിയസ് ആയ മറുപടി, പലപ്പോഴും പെൺകുട്ടികൾക്ക് നേരിടുന്ന അത്തരം പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഞാൻ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ അഡ്രസ്സ് ചെയ്ത് വിളിച്ച് സോറി പറഞ്ഞൊരു സംഭവം കൂടെ പറയാം. ഈ സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ഉണ്ടായ കേസിൽ ആ പെൺകുട്ടി, ആ ഇൻഫ്ലുവൻസർ ഒക്കെ ആയ പെൺകുട്ടി, അന്ന് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. എനിക്ക് അന്നേ ഇത് വളരെ എന്താ പറയണേ, എന്തോ ഒരു പ്രശ്നവും മറ്റും തോന്നി. എന്നെ ആ പരിപാടിയെ കുറിച്ച് ഞാൻ പോയില്ല, ചാനൽ ചർച്ചകൾക്കും പോയിട്ടില്ലായിരുന്നു. ആ സവാദിനെ സവാദ് തന്നെ വീണ്ടും മറ്റൊരു കേസിൽ റിപ്പീറ്റ് ഒഫൻഡർ ആയിട്ട് പിടിയിലാകുകയുണ്ടായി. ഞാൻ അപ്പോൾ ആ പെൺകുട്ടിയെ വിളിച്ച് പറഞ്ഞു, അന്ന് താങ്കൾ പറഞ്ഞ പരാതി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളായിരുന്നു. ഐ അപ്പോളജൈസ് ഫോർ ഇറ്റ്. ഞാനത് വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ കേസിന്റെയും ജെനുവിനിറ്റി നോക്കിയിട്ടല്ലേ എടുക്കേണ്ടത്. ഇപ്പൊ സവാദിന് എന്തുകൊണ്ടാണ് കൂടുതൽ അങ്ങനെ ഇഷ്യൂ ആവാൻ ചാൻസ്? കാര്യം ഒരു റിപ്പീറ്റ് ഒഫൻഡർ ആണ്, 2 തവണയായിട്ട് ഇത് വരുന്നുണ്ട്. അപ്പം ചാൻസസ് കൂടുതലാണ് ഇത് മറ്റൊരാളാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ അല്ലേ നമ്മളൊരു കാര്യത്തിന്റെ ജെനുവിനിറ്റി ഉണ്ടെന്നോ ഇല്ലെന്നോ മനസ്സിലാക്കുന്നത്. കൊണ്ട് ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ച് അപ്പോളജൈസ് ചെയ്യുകയും ചെയ്തു. കുറെ കൂടെ സീരിയസ് ആയിട്ട് അന്ന് ആ വിഷയം എടുക്കണമായിരുന്നു. 2, ഇനി പുരുഷ കമ്മീഷൻ അടക്കമുള്ള ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിലും ഒരു വിഭാഗം, എല്ലാവരും ഒരു വിഭാഗം കുറച്ച് ഓവർ ആക്കാറുമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ജയിലിന്റെ വെളിയിൽ പോയി മാലയിടാം, ജയിലിന്റെ വെളിയിൽ പോയി പടക്കം പൊട്ടിക്കാം. സ്ഥിരം പറയാറുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്നൊന്നുമല്ലല്ലോ. ഇതിന്റെ പ്രശ്നം, ഇവരുടെ ഉദ്ദേശം എന്താ അറിയോ, ഈ കുറച്ചൊരു കടുത്ത മെനിസ്റ്റ് വാദികളുടെ, പുരുഷവാദികളുടെ എങ്ങനെങ്കിലും ഫെമിനിസ്റ്റുകളുടെ കുരുപൊട്ടിക്കണം. ഫെമിനിസ്റ്റുകളുടെ പ്രധാന ഉദ്ദേശം എന്താ അറിയോ, എങ്ങനെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആണുങ്ങളുടെ കുരുപൊട്ടിക്കണം. ഈ കുരുപൊട്ടിക്കുന്നതിനപ്പുറമുള്ള കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയ ഒരു നിലപാടുകൾ നമ്മൾ എടുത്തു തുടങ്ങണം. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയണം, എന്നാൽ ശരിയാണെങ്കിൽ ശരിയാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയും വേണം. ഓക്കെ, ഇപ്പം ഒരുപാട് സ്ത്രീധനത്തിന്റെ പേരിലായിക്കോട്ടെ, എന്തിന്റെ പേരിലായിക്കോട്ടെ, ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ വിഷയങ്ങൾ പറ്റിയൊന്നും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. 100% ഞാൻ യോജിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനത്തെ ചാനൽ ചർച്ച, ഈ ഡിബേറ്റ് ഇല്ലല്ലോ. ഇപ്പം സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി മരിച്ചാൽ ഒരു ഡിബേറ്റ് ഇല്ല, അതൊരു വലിയ ക്രൈമാണ്. ഞാൻ ഒരു പോലും സ്ത്രീധനം മേടിക്കാൻ കല്യാണം കഴിച്ച വ്യക്തിയാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് പലപ്പോഴും പെൺകുട്ടിയെ ഒരു കമോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് മറ്റും എന്താ പറയുക, സമ്പത്തിൻ്റെ തട്ടിൽ അളന്നു കൊടുക്കുന്നതാണ്. അത് 100% തെറ്റാണ്. വീട്ടുകാർക്ക് താല്പര്യത്തോടെ ഇഷ്ടത്തോടെ വീടിന്റെ സ്വത്ത് ഭാഗിക്കുന്നത് വേറെയാണ്. പക്ഷേ സ്ത്രീധനം എന്ന് പറയുന്ന സോഷ്യൽ പ്രഷർ, ഒരു സോഷ്യൽ സ്റ്റിഗ്മ, അവൾക്ക് 125 പവൻ, എനിക്ക് 110 ഉള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് ആ കാറ് കിട്ടി, ഏതോ അങ്ങനെ കേസും ഉണ്ടായിരുന്നു, അവന് വേറൊരു കാറ് കിട്ടി, ഇവന് കാറ് കിട്ടിയത് കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്ന കേസും ഉണ്ടായിരുന്നു. അതിനെതിരെ 100% തന്നെ വേണം. 100% സ്ത്രീകളോടൊപ്പമാണ്. ആ വിഷയത്തിന് 2 പക്ഷമില്ല, ഒരു പക്ഷമേ ഉള്ളൂ. അത് സ്ത്രീയുടെ പക്ഷം തന്നെയാണ്, അതിന് വേറൊരു പക്ഷം പോലും ഇല്ല. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ജെനുവിൻലി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാര്യം ആത്മഹത്യ ചെയ്ത കുട്ടി മരണമൊറിയായിട്ട് അത് എഴുതി വെക്കുമ്പോൾ അത് സത്യമാണെന്നല്ലേ നമ്മൾ അനുമാനിക്കുള്ളൂ. ഇപ്പൊ അത് മാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് വേറൊരു വിഷയം ഉണ്ടല്ലോ, മറ്റേ കോതമംഗലത്തെ കുട്ടി പേരെന്താ, സോന വർഗീസ്. സോന 100% സോനയോടൊപ്പം തന്നെയാണ്. ആ പയ്യനെ, റമീസിനെ അറസ്റ്റ് ചെയ്യണം, റമീസിന്റെ അച്ഛനെ അമ്മയെ അറസ്റ്റ് ചെയ്യണം. എന്ത് തരം ഭ്രാന്താണ് ഈ റമീസ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും വിശ്വാസിയോ ദീനിയോ ഉണ്ടോ അതും കൂടെ അറിയണം. അതായത് റമീസിന് എന്തെങ്കിലും ഇസ്ലാം വിശ്വാസമോ പരിശുദ്ധ ഖുറാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവനെ 7 തവണ, ഇന്ത്യൻ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യുന്നത്, ഇവനെ 7 തവണ നാർക്കോട്ടിക് കേസ് പിടിച്ചിട്ടുണ്ടെന്നാണ്. ഇവൻ എന്ത് വിശ്വാസമുണ്ട്? ഇവന് മതം മാറാൻ പറയാൻ എന്ത് ധാർമ്മികമായ റൈറ്റ് ഉണ്ട്? ഇവന് പോലും ഒരു വിശ്വാസമില്ല. ചിലപ്പം ഒഴിവാക്കാനോ മറ്റോ വേണ്ടി പറഞ്ഞായിരിക്കും, ചിലപ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞായിരിക്കും. അതുകൊണ്ട് ആ സോനയോട്, ഇതുപോലത്തെ പെൺകുട്ടികളോട് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ആ പയ്യന്റെ ക്യാരക്ടറിന്റെ ഒരു ബേസിക് സാധനം പറഞ്ഞു വെക്കണം. പലപ്പോഴും നമ്മൾ സൈക്കോളജി പറയാറുണ്ട്, ഈ ഗുഡ് ഗേൾസ് ലൈക്ക് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു ബാഡ് ബോയ് കോംപ്ലക്സ്. കാര്യം അവനെ ഞാനായിട്ട് നന്നാക്കാം, ഞാനായിട്ട് ശരിയാക്കാം എന്നൊക്കെ ഉള്ള പെൺകുട്ടികളുടെ ഒരു ധാരണയുണ്ട്. കുറച്ചൊക്കെ ശരിയാണ്, അത് ഈ സിനിമയിലൊക്കെ കാണുന്നതിന്റെ ആകർഷണമുണ്ട്. പക്ഷെ ഇവനെ പോലെ നാർക്കോട്ടിക്സിലും കഞ്ചാവ് കേസിലും പ്രതിയായ ഒരുത്തനെ ശരിയാക്കാനൊന്നും അങ്ങനെ വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് 100% അത്തരം വിഷയങ്ങളിൽ സ്ത്രീകളോടൊപ്പം അവരുടെ കുടുംബത്തോടൊപ്പമാണ്. പക്ഷെ സോനയുടെ കേസ് വലിയ രീതി അറിഞ്ഞു. ഞാൻ തന്നെ ഡീൽ ചെയ്യുന്നൊരു കേസാണ് സുനീറിന്റെ കേസ്. തിരുവനന്തപുരത്തെ 29 വയസ്സേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയുള്ളൂ. പെൺകുട്ടിയുടെ വൈഫിന്റെ വ്യാജ പരാതിയിലും വൈഫിന്റെ മാനസിക പീഡനത്താലും ഇവൻ ആത്മഹത്യ ചെയ്തു. ഒരു മീഡിയയും കവർ ചെയ്തില്ല. ഞാൻ സ്ഥിരം എപ്പോഴും പോകാറുണ്ട്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ആ പരാതി കൊടുപ്പിച്ചു. അപ്പം 2 ഭാഗത്ത് നടക്കുന്നുണ്ട്, 2നെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, 2ന്റെയും ജെനുവിനിറ്റി ടെസ്റ്റും ചെയ്യണം. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളൊരു കേസ്, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി അതായത് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കും കുറച്ചുകൂടി മുന്നിട്ടിറങ്ങിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, എന്നേക്കാൾ നന്നായിട്ട് ആ മേഖല കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അവരെ നമ്മളെ കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ശ്വേതാ മേനുണ്ട് കേസ്. നമ്മുടെ അമ്മ, എനിക്ക് അമ്മയുടെ ഈ പഴയ ലീഡർഷിപ്പിനോടായിരുന്നു താല്പര്യം. ഞാനത് പല മേഖലകളിലും പറഞ്ഞിട്ടുണ്ട്. ശ്രീ സിദ്ദിഖിന് അല്ലെങ്കിൽ ശ്രീ ഇടവേള ബാബു അടക്കമുള്ള അവരുടെ പഴയ ലീഡർഷിപ്പിനോടായിരുന്നു എനിക്ക് താല്പര്യം. നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധവും കൂടുതൽ അവരോടൊക്കെയാണ്.
പക്ഷേ ശ്രീമതി ശ്വേതാ മേനോനെതിരെ ഇതേപോലെ വ്യാജ പരാതി വന്നു. 1997 കാമസൂത്ര കോണ്ടത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞവർക്കെതിരെ കേസ്. എന്ത് കേസാണ് അത്? കോടതിയെ ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഒരു കേസ് വന്നാൽ അവന് കോസ്റ്റ് അടിച്ച് ഫൈൻ അടിച്ച് വിടേണ്ടതാണ്. കോടതിയിൽ കേസ് എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ന്യായവും ഇല്ല. ശ്വേതാ മേനോൻ 28 വർഷമോ 30 വർഷമോ മുമ്പ് അഭിനയിച്ചതിന്റെ പേരിൽ, അതും പണ്ട് ഇടിക്കുറ്റി എന്ന് പറഞ്ഞൊരു പത്രത്തിൽ ഇന്റർവ്യൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഇടിക്കുറ്റി എന്നൊരു പത്രമുണ്ടോ? ആ പത്രത്തിൽ അങ്ങനെ പേരിടുന്നവനെ അപ്പം വിവരമില്ലായ്മയ്ക്ക് കേസ് എടുക്കേണ്ടതാണ്. ഇടിക്കുറ്റി പത്രത്തിൽ വന്നു എന്ന് പറഞ്ഞു. ശ്വേതാ മേനോനെ പൂർണ്ണമായും, ഞാൻ മനോരമയിലിരുന്നു, മറ്റൊരു ചാനലിലിരുന്നു, ശ്വേതാ മേനോനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു അവരുടെ എല്ലാ കാര്യത്തിലും. ശ്വേതാ മേനോൻ ജിയും ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്യാം. ഇതൊരു സ്ത്രീ പുരുഷ യുദ്ധമൊന്നും അല്ലല്ലോ. നീതിക്ക് വേണ്ടി രണ്ടുപേരും ശ്രമിക്കുന്നു, നമ്മളാൽ കഴിയുന്ന നീതി ആണുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല സ്ത്രീപക്ഷ ആക്ടിവിസ്റ്റുകളുണ്ട്. എനിക്ക് പെട്ടെന്ന് പേരെടുത്ത് പറയാൻ വിയോജിപ്പെങ്കിലും പല കാര്യങ്ങളും വിയോജിക്കുമെങ്കിലും നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി കാര്യമായിട്ട് പറയുന്നുണ്ട്. ശ്രീമതി മാലാ പർവ്വത ചേച്ചി നന്നായി പറയുന്ന ആൾക്കാരാണ്. പത്മപ്രിയ, ഞാൻ ഒരിക്കൽ എറണാകുളത്തേക്ക് യാത്ര ചെയ്തപ്പോൾ വളരെ സാന്ദർഭികവശാൽ ട്രെയിനിൽ പത്മപ്രിയയോടൊപ്പം യാത്ര ചെയ്യുക, അവരുടെ സംസാരം എനിക്ക് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പാർവതി തിരുവോത്ത് ഗംഭീരമാണ്. പാർവതി നിലപാടുകൾ കുറച്ച് കടുപ്പമാണ്, എന്നിരുന്നാൽ പോലും പാർവതി തിരുവോത്ത് കാര്യം ആ ഫിലിം കോൺക്ലേവിന്റെ കാര്യത്തിലൊക്കെ പാർവതിക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് നിലപാട് എടുക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് വലിയ ബഹുമാനമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് നല്ല സ്ത്രീപക്ഷ നിലപാട് എടുക്കുന്നവരുണ്ട്. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന ഹമ്പിൾ സപ്പോർട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ മാലാ പാർവതി എന്ന് പറയുന്ന ആള് സ്ത്രീകൾക്ക് വേണ്ടി നിലപാട് എടുക്കുന്ന ആളാന്ന് പറഞ്ഞു. പക്ഷെ ബിൻസി ഷൈൻ ടോം ചാക്കോന്റെ കേസ് വന്നപ്പം അവിടെ സ്ത്രീകളെ പറ്റി വേറെ രീതിയിൽ സംസാരിച്ചൊരു വ്യക്തിയാണ്. കാരണം ഓരോ സ്ത്രീകൾ കേട്ട് കഴിഞ്ഞാൽ ആ രീതിയിൽ ഞെട്ടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു ബ്ലൗസ് ഇതാക്കുമ്പോൾ ഞാൻ ഇട്ട് തരട്ടെ, ഇതാക്കി തരട്ടെ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യം എന്താ, നിങ്ങൾ ആ രീതി എടുക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ മാലാ പാർവതി സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? ഒരുപാട് കാലം, അതായത് ഞാനൊക്കെ TV ഇരിക്കുമ്പം സ്ഥിരം അപ്പുറത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഭാഗ്യലക്ഷ്മി മാഡവും ഈ മാലാ പർവതി മാഡവും ഒക്കെയാണ്. അവരുടെ അങ്ങനെ ഒരു നിലപാടിന് ഒരുപക്ഷെ സ്ത്രീപക്ഷ ആൾക്കാർക്ക് എതിർപ്പ് കാണാം. അവർ പറഞ്ഞതിന്റെ സ്പിരിറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ പലപ്പോഴും ഫ്ലേർട്ടേഷ്യസ് ആയ, പെൺകുട്ടികളുടെ ഭാഷയെ പറഞ്ഞാൽ ഹിറ്റ് ഓൺസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഹിറ്റിംഗ് ഓൺ എന്ന് പറയുന്ന ചാൻസ് മാറുന്ന എന്നൊക്കെ ഹിന്ദി പറയുന്ന ഒരു കാര്യം ഉണ്ടാകാറുണ്ട്. നല്ലൊരു ശതമാനം പെൺകുട്ടികളും ആർ ഗുഡ് ഇനഫ്, ക്ലെവർ ഇനഫ് ടു അവോയ്ഡ് ഇറ്റ്. വളരെ സട്ടിലി അവർക്ക് അവരുടേതായ രീതിയിൽ അവരൊക്കെ അവോയ്ഡ് ചെയ്തിടും. വീട്ടിൽ വൈഫൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ, അമ്മയൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് അവരങ്ങ് അവോയ്ഡ് ചെയ്ത് വിടും. അപ്പൊ ആ രീതി അവോയ്ഡ് ചെയ്ത് വിടുന്നതാണ് അതിന്റെ ഇന്റലിജൻസ് എന്നാണ് ഇവർ പറഞ്ഞത്. പറഞ്ഞ കാര്യം വേണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിവൽക്കരിച്ച് പറയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞതിന്റെ നീ പോടാ, അങ്ങനെ തന്നെ ആ ലൈൻ തന്നെ വരും, നീ പോടാ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന രീതിയുണ്ട്. അതിന്റെ പേര് കേസ് കൊടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ പറയുന്ന അവർ പറഞ്ഞതിനെ ന്യായീകരിച്ച രീതിയിലല്ല. അങ്ങനെ ഷൈൻ ടോം ചാക്കോ പറഞ്ഞു എന്നിരിക്കട്ടെ, ഷൈൻ ടോം ചാക്കോക്കെതിരെ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, സിനിമ നിർത്തുന്നു, സെറ്റ് നിർത്തുന്നു. അപ്പൊ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി വേണം, അവിടെ പറയണം, ഒരു ശാസന കൊടുത്ത് മാറ്റണം. ഇതിന്റെ ഒരു കോർ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു, ഞാൻ ശാലിനോട് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അത് പെൺകുട്ടികളും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സ്ത്രീകളും അറിയേണ്ട കാര്യം, ആൺ പെൺ ലൈംഗികതകൾക്കൊരു വ്യത്യാസമുണ്ട്. മെയിൽ ഫീമെയിൽ സെക്ഷുവാലിറ്റിക്ക് ഒരു വ്യത്യാസമുണ്ട്. മെയിലിന്റെ സെക്ഷുവാലിറ്റി കുറെ കൂടെ വൈഡും വൈൽഡുമാണ്. സ്ത്രീയുടെ സെക്ഷുവാലിറ്റി കുറെ കൂടെ പേഴ്സണലൈസ്ഡും കോണ്ടെക്സ്ച്വലുമാണ്. ഇത് ഒരുപാട് സ്റ്റഡീസ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കുണ്ട്. ഉദാഹരണം നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ. അതായത് ഈ സ്ത്രീകളെ റേപ്പ് ചെയ്യുകയോ അങ്ങോട്ട് അട്രോസിറ്റി ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരെ കുറിച്ച് കേൾക്കാറുണ്ട്. തമാശയ്ക്ക് പറയുന്നതാണ്, പാൽക്കാരൻ പയ്യനെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ സെലിംഗ്വാർ പറയുന്നത് പോലെ തിരിച്ച് പലപ്പോഴും പുരുഷനെ അങ്ങനെ കേൾക്കാറില്ല. അതായത് ഞങ്ങൾ ഒരു പുരുഷന്മാരും, അത് സ്ത്രീകളുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഒരു പുരുഷന്മാരും ഒരു മൊട്ടുപ്പിൻ എടുത്തുകൊണ്ട് ബസ്സിൽ കയറേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാകാറില്ല. അവൾ എന്നെ തോണ്ടി എന്ന് പറയാറില്ല. അപ്പം മേ ബി 1 in a million കേസ് വല്ലതും കാണും, അതിനപ്പുറം അങ്ങനെ പറയാറില്ല. അപ്പൊ ഈ സ്ത്രീ പുരുഷ ലൈംഗികതകൾക്കൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ പെൺകുട്ടികളും അത് അറിഞ്ഞിരിക്കണം, ആൺകുട്ടികളും അറിഞ്ഞിരിക്കണം. ആൺകുട്ടികൾ അറിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? ഹിന്ദിയിൽ വളരെ ഫേമസ് ആയ ഒരു പ്രയോഗമുണ്ട്, ഹസി തോ ഭസി. അവൾ എന്നെ നോക്കി ചിരിച്ചാൽ അവൾ എനിക്ക് വീണു എന്ന് പറയുന്നത്. അതെന്താ? അവള് തമാശ ചിരിച്ചായിരിക്കും, അവളവിടെ പോസിറ്റീവ്, അവൾ മര്യാദയ്ക്ക് വേണ്ടി ചിരിച്ചായിരിക്കും. അപ്പൊ ഈ ആണ് ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടി ഒരു നോൺ നെഗറ്റീവ് റിയാക്ഷൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്നിൽ ആകർഷ്ടയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഇത് ആണിനുണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്. നമ്മളിത് എഡ്യൂക്കേറ്റ് ചെയ്യണം. സെക്സ് എഡ്യൂക്കേഷനിലൂടെ, വാല്യൂ എഡ്യൂക്കേഷനിലൂടെ, എത്തിക്കൽ എഡ്യൂക്കേഷനിലോടുകൂടി. നിന്നോട് ഒരു ദിവസം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ ആ പെൺകുട്ടി തയ്യാറായതല്ല. അവളുടെ മര്യാദയ്ക്ക് വേണ്ടിയും ചിലപ്പോൾ മനസ്സിൽ ദേഷ്യത്തോടെ എന്നാ ഒരു പ്ലസന്റ്ലി സംസാരിച്ചോളാന്ന് വിചാരിച്ചൊരു മാന്യതയ്ക്കും പൊളൈറ്റ്നെസ്സിന് വേണ്ടി സംസാരിച്ചാണ്. ഈ പയ്യൻ എന്ത് തെറ്റിദ്ധരിക്കും, കേട്ടോ, എന്നോട് എന്തോ ഒരു ആകർഷണവും താല്പര്യവും ഉണ്ട്. ഇത് പയ്യന്മാരുടെ സ്ഥിരം പറ്റുന്നതാണ്.
ഇത് വളർന്ന കാലത്തിൽ ഒരുപാട് ആണുങ്ങൾക്ക് പറ്റുന്നതാണ്. അങ്ങനെയല്ല, പകരം ഇറ്റ് വാസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ഹർ courtesy. അവളുടെ മര്യാദയാണ്. നമ്മൾ ആ മര്യാദയെ നമ്മുടെ മര്യാദകൾ കൊണ്ട് തെറ്റിദ്ധരിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളുടെ പഠനം കൂടി നമ്മൾ സ്കൂളിലും കോളേജിലും കൊണ്ടുവരണം. ഇത് വളരെ കോംപ്ലക്സ് ആയ ലേഡ് ആയ ഒരു മാറ്ററാണ്. അപ്പൊ ആ ലേഡ് ആയ മാറ്ററിനെ അങ്ങനെ കാണണമെന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ. ഓക്കെ, ഇനി ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ പുരുഷ കമ്മീഷന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്ത ഒരാളാണ്. സോ അതിന്റെ ഒരു സ്റ്റാറ്റസ് പിന്നീട് നമ്മളൊന്നും കേട്ടിട്ടില്ല. എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ്? നമ്മളത് വീണ്ടും നോക്കുന്നുണ്ട്. അതായത് പുരുഷ കമ്മീഷൻ അവതരിപ്പിക്കാൻ നിയമസഭയിൽ ടൈമും ഡേറ്റും കിട്ടി. പക്ഷേ തലേ ദിവസം ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ജി, അദ്ദേഹം ഒരു സ്ത്രീപക്ഷവാദിയാണ് നമുക്കറിയാം, നെഹ്റൂവിയൻ സെക്കുലർ സോഷ്യൽ ലിബറൽ ആണെന്ന് നമുക്കറിയാം. അദ്ദേഹം തൽക്കാലം അവതരിപ്പിക്കേണ്ട, പാർട്ടിയുടെ ഉള്ളിൽ അവതരിപ്പിക്കാൻ എൽദോസ് കുന്നപ്പള്ളിയോട് പറഞ്ഞു. ഞാൻ അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി സാറിനോട് സംസാരിച്ചു, അദ്ദേഹം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ശ്രീ ഷാഫി പറമ്പിലിനോട് സംസാരിച്ചത്. അവിടെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇടപെട്ട് അതിനെ ഒന്ന് തണുപ്പിച്ചു. തൽക്കാലം അത് വേണ്ട എന്നുള്ള രീതിയിലാക്കി എന്ന് പറഞ്ഞു. ഞാൻ തമാശയ്ക്ക് രാഹുലിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അന്നൊരു പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഈശ്വരനെ കൂടാതെ വേറൊരാളും കൂടെ ഉണ്ടായേനെ. അപ്പൊ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം അറിയാം, അത് ഈ സ്ത്രീകൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് അനുകൂലമാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് അത് നല്ലതാണ്, സ്ത്രീകൾക്ക് വേണ്ടി ആകണം. പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടി കൂടെ ആയിക്കൂടെ. അതാണ് അതിലെ പ്രശ്നം. സ്ത്രീകൾക്ക് വേണ്ടി ആയിക്കോട്ടെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീപക്ഷ നിയമങ്ങൾ വേണം, സംശയമില്ല. പക്ഷേ അതിനർത്ഥം പുരുഷനെ വേട്ടയാടണം എന്നല്ലല്ലോ, അതിനർത്ഥം പുരുഷന് പണി കൊടുക്കണം എന്നല്ലല്ലോ. അപ്പം ഇതിന് ഇങ്ങനെ ആവരുത്, ഇങ്ങനെയായ കുഴപ്പമില്ല. അതായത് സ്ത്രീ ഇവിടെയും പുരുഷൻ ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല. ഇറ്റ് ഷുഡ് ബി മോർ ഫേവറബിൾ ടു വുമൺ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ടോട്ടലി ലോപ്പ് സൈഡഡ് ആകരുത്. സെൻസ് ഓഫ് ബാലൻസ് ഷുഡ് ബി ദെയർ ആൻഡ് ദാറ്റ് ബാലൻസ് ഷുഡ് ബി ഇൻക്ലൈൻ ടുവേർഡ്സ് വുമൺ. ഒരു സന്തുലനം വേണം. ആ സന്തുലനം സ്ത്രീകൾക്ക് അനുകൂലവുമായിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇനിയും നമ്മൾ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അറിയില്ല, നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവയർനെസ്സും മറ്റും സൃഷ്ടിച്ച് ദേശീയ തലത്തിലടക്കം ബോധവൽക്കരണം നടത്തി നമ്മൾ പോകുന്നു. ഓക്കെ, എന്തായാലും സ്ത്രീകൾക്കുള്ളത് പോലെ പുരുഷന്മാർക്കും, അതായത് നിരപരാധിയായ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക. എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മളോട് താങ്കളുടെ നിലപാടെല്ലാം ഷെയർ ചെയ്തത് ഒത്തിരി താങ്ക് യു ഷാലു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. അതോടൊപ്പം ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജീവിത തകർച്ചയിൽ നിന്ന് ഒരു വ്യാജ ആരോപണ അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ട് സ്ത്രീകളും കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളാൽ കഴിയുന്ന പോസിറ്റീവ് കാര്യങ്ങളിൽ തിരിച്ച് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക. ജനുവിനെന്ന് തോന്നുന്ന, ന്യായമെന്ന് തോന്നുന്ന പുരുഷാവകാശങ്ങളെ സ്ത്രീകളും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പരസ്പര യോജിപ്പോടുകൂടി സഹകരണത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. താങ്ക് യു.